മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 25. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കുരിശിലെ മരണത്താൽ ഈശോ സാധിച്ച രക്ഷണീയ പ്രവർത്തനങ്ങളെപ്പറ്റി നാം ധാരാളം കേൾക്കുന്നു. എന്നാൽ ഇപ്പോഴും ഈശോ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വലിയ ശുശ്രൂഷയെപ്പറ്റി നമ്മൾ പലപ്പോഴും അത്ര ബോധവാന്മാരല്ല. തുടർച്ചയായി നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതനായി ഈശോയെ എബ്രായ ലേഖനകർത്താവ് മനസ്സിലാക്കി. കർത്താവ് ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് പത്രോസിനു വേണ്ടി പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതായി വിശുദ്ധ ലൂക്കോസ് 22:32 പറയുന്നു. ഇപ്പോഴും നമുക്ക് വേണ്ടി താൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. ഈ വലിയ ശുശ്രൂഷ താൻ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. റോബർട്ട് മക്കെയിൻ എന്നയാൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: അടുത്ത മുറിയിലിരുന്നു കൊണ്ട് ഈശോ എനിക്കായി പ്രാർത്ഥിക്കുമെങ്കിൽ 10 ലക്ഷം ശത്രുക്കൾ എനിക്കുണ്ടായിരുന്നാലും ഭയപ്പെടുകയില്ല. ഈശോ സമീപത്തുള്ള മുറിയിലല്ല, നമ്മോട് കൂടെയുണ്ട്. ഈ ഭാഗം വായിക്കുന്ന നമുക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരമാർത്ഥം നാം അംഗീകരിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഈശോയോട് പറയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. അവൻ പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിന്റെ ഫലം താമസം വിനാ നമുക്ക് അനുഭവമാകും. അതെ, ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടണം. നിത്യമായി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിറയുമ്പോഴാണ് നാം വിശ്വാസികളായി മാറുക. അതിന് നമ്മുടെ ജീവിതം നമുക്ക് പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.